വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിൻറ്റിംഗ് ആണ്. പോയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫിനിഷിംഗ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫിനിഷിംഗ് അപ്പ് ഓഫ് മോട്ടാർ ജോയിൻറ്റ്സ് ബേസ് ചെയ്ത് വരുന്ന ഒരു ഫിനിഷിംഗ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഫിനിഷിംഗ് പ്രോസസ്സാണ് പോയിൻറ്റിംഗ് എന്ന് പറയുന്നത്. നോർമലി തന്നെ ആ ഒരു റിച്ച് മോട്ടാർസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജോയിൻറ്റ്സിനെ ഫില്ല് ചെയ്യാറുണ്ട്. സ്ട്രെങ്തിന് വേണ്ടിയും അതുപോലെ തന്നെ അപ്പിയറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്നത്. വാട്ടർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നമ്മൾ പോയിൻറ്റിംഗ് ചെയ്യാറുണ്ട്. എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം കൂടെ പോയിൻറ്റിങ്ങിന് ഉണ്ട്. നോർമലി നമ്മൾ ഈ ഒരു പോയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 20 mm ആയിരിക്കും വരുന്നത്. അതിന് നമ്മൾ ടൈപ്സ് പറയുമ്പോൾ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 20 mm. ഓക്കെ, ഇനി ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മെയിനായിട്ട് സിമെൻറ്റും ലൈമും മോട്ടോഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും ഇതിപ്പോൾ 1:1 ഓർ 1:2 എന്ന് വെച്ചാൽ സിമെൻറ്റ് മോട്ടോർ 1:2 ലൈം മോട്ടോർ 1:1 ആണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കിൽ 1:1 1:1 എന്നുള്ള റേഷ്യം പറയുന്നുണ്ട്. സിമെൻറ്റ് മോട്ടോറും 1:1 എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈം മോട്ടാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് 1:1 കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ലൈം മോട്ടാറിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് എടുക്കുകയാണെങ്കിൽ ലൈം മോട്ടാറിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് 3 days ആണ് വരുന്നത്. ലൈം മോട്ടാർ ആണെങ്കിൽ അതിൻ്റെ ക്യൂറിംഗ് പീരീഡ് ശ്രദ്ധിക്കുക, ക്യൂറിംഗ് പീരീഡാണ് പറയുന്നത്. ലൈം മോട്ടാറിൻ്റെ ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 days. സിമെൻറ്റ് മോട്ടാറിൻ്റെ ആണെങ്കിൽ അത് 10 days ആണ് ക്യൂറിംഗ് പീരീഡ് പറയുന്നത്. ഇനി നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പോയിൻറ്റിംഗ് ആണ്. പോയിൻറ്റിങ്ങിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. ടൈപ്സ് ഓഫ് പോയിൻറ്റിങ്ങിൽ ഫ്ലഷ് പോയിൻറ്റ്, റിസസ്ഡ്, ഗ്രൂവ്ഡ്, ടക്ക്, സ്ട്രക്ക്, വി, വെതേർഡ്, ബീഡഡ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ആദ്യം നോക്കാൻ പോകുന്നത് ഫ്ലഷ് പോയിൻറ്റിംഗ് ആണ്. സോ ഫ്ലഷ് പോയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഫ്ലഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 20 mm കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലഷ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ജോയിൻറ്റിൽ നിന്നുള്ള എക്സസൈഡ് വരുന്ന മോട്ടാറിനെ റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പോയിൻറ്റിംഗ് ആണ് ഫ്ലഷ് പോയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ റിസസ്ഡ് പോയിൻറ്റിംഗ് ആണ്. റിസസ്ഡ് പോയിൻറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂവ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഗ്രൂവ്, അതും 5 mm ഡെപ്തിൽ, 5 mm അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എളുപ്പമാണ് ഇൻസൈഡിലോട്ട് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് റിസസ്ഡ് പോയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ചാനൽ ഷേപ്ഡ് അപ്പിയറൻസ് ആയിരിക്കും നമുക്കിത് കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് പോയിൻറ്റിങ്ങിന്. നെക്സ്റ്റ് ഗ്രൂവ്ഡ് പോയിൻറ്റിംഗ് ആണ്. ഗ്രൂവ്ഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂവ്സ് ഇൻസൈഡിലോട്ട് ഒരു സെൻറ്റർ പോർഷനോട് അടുത്തായിട്ട് ഒരു ഗ്രൂവ്സ് കൊടുത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള പോയിൻറ്റിങ്ങിനെയാണ് നമ്മൾ ഗ്രൂവ്ഡ് പോയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പിനെ തന്നെ കീഡ് പോയിൻ്റ് എന്നും റബ്ഡ് പോയിൻറ്റിംഗ് എന്നും പറയാറുണ്ട്. ഒരു സെമി സർക്കുലർ ഡിപ്രഷൻ ആയിരിക്കും കൂടുതലും നമ്മളൊരു മിഡ് ഹൈറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഗ്രൂവ്ഡ് പോയിൻറ്റിംഗ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടക്ക് പോയിൻ്റ് ആണ്. ടക്ക് പോയിൻ്റ് എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ ടക്ക് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് വെച്ചാൽ ടക്ക് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ടക്ക് പോയിൻ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹാഫ് ടക്ക് എന്ന് പറയുന്നത്, ഈ രണ്ടെണ്ണം ഒരുമിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ടക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, ഒരു സിമെൻറ്റ് വൈറ്റ് സിമെൻറ്റ് പുട്ടിയൊക്കെ യൂസ് ചെയ്ത് സിമെൻറ്റ് പുട്ടിയോട് കൂടി തന്നെ ഒരു പ്രൊജക്ഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ നോർമൽ കേസസിൽ നേരത്തെ പറഞ്ഞായിരുന്നു ഗ്രൂവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ, അതുപോലെ ഇതിൽ പറയുന്നത് ഒരു പ്രൊജക്ഷനാണ്. അപ്പോൾ പ്രൊജക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് പോർഷൻസ് ഉണ്ട്, പുറത്തോട്ട് കുറച്ച് പോർഷൻ നിൽക്കുന്നുണ്ട്. സോ ഇതിൽ വരുന്നതെന്ന് പറയുമ്പം ഗ്രൂവിൽ 5 mm ലെങ്ത് ആണ് വരുന്നത്. ഓക്കെ, 5 mm ലെങ്ത് വരുന്നുണ്ട്, 3 mm വിഡ്ത്ത് വരുന്നുണ്ട്, 3 mm പ്രൊജക്ഷനും വരുന്നുണ്ട്. ഓക്കെ, 3 mm പ്രൊജക്ഷൻ, 3 mm വിഡ്ത്ത്, ഗ്രൂവ് 5 mm ആണ് വരുന്നത്. ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൊജക്ഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഈ ടക്ക് പോയിൻറ്റിങ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പ്രൊജക്ഷൻസ് കൊടുത്തിരുന്നത് സിമെൻറ്റ് കുട്ടിയോട് കൂടി പ്രൊജക്ഷൻസ് കൊടുത്തിരിക്കുന്നതിന് നമ്മൾ ടക്ക് പോയിൻ്റ് എന്നും, അടുത്ത് പറയുന്ന ഹാഫ് ടക്ക് എന്ന് പറയുന്നത് ഈ പ്രൊജക്ഷൻ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിമെൻറ്റ് മോട്ടാർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ഹാഫ് ടക്ക് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ദ ഡിഫറൻസ് ഓഫ് ടക്ക് ആൻഡ് ഹാഫ് ടക്ക്. ആൻഡ് സ്ട്രക്ക് പോയിൻറ്റിങ് നെക്സ്റ്റ് ആണ്. സ്ട്രക്ക് എന്ന് പറയുന്നത്, സ്ട്രക്ക് പോയിൻറ്റിങ് എന്ന് പറയുന്നത് ഇതിലൊരു 10 mm ഒരു ഗ്രൂവ് ആയിരിക്കും ടോപ്പ് സൈഡിൽ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ടോപ്പ് സൈഡിൽ നമ്മൾ 10 mm ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ക് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആണ്. വി പോയിൻറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ വി ഷേപ്പിൽ കൊടുക്കുന്നതാണ് ഗ്രൂവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഗ്രൂവ് ഇൻസൈഡിൽ നമ്മൾ കൊടുക്കുന്നതാണ് വി ഗ്രൂവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്നത് വെതേർഡ് പോയിൻറ്റിംഗ് ആണ്. വെതേർഡ് പോയിൻറ്റിംഗ് എന്ന് വെച്ചാൽ ഈ വി ഗ്രൂവ് പ്രൊജക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. നേരത്തേത് ഒരു വി ഗ്രൂവ് ഇൻസൈഡിലോട്ടാണ് കൊടുത്തിരുന്നത്, അതിനെയാണ് വി ഗ്രൂവ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ വെതേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വി ഷേപ്പിലുള്ള ഒരു പ്രൊജക്ഷനാണ് കൊടുക്കുന്നത്, അത് ഔട്ട്സൈഡിലോട്ടാണ് വരുന്നത്, അതിനെയാണ് നമ്മൾ വെതേർഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്.
അടുത്ത് നമ്മൾ നോക്കുന്ന ബീഡഡ് പോയിൻറ്റിങ്. ബീഡഡ് പോയിൻറ്റിങ് എന്ന് പറയുമ്പം ഒരു ബീഡഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അയൺ റോഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു കോൺകേവ് എഡ്ജസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു പോയിൻറ്റിങ്ങിനെയാണ് ബീഡഡ് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെയാണ്. ഇതങ്ങനെ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞ ടൈപ്സ് പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. സിമെൻറ്റ് മോട്ടാർ ആൻഡ് ലൈം മോട്ടാർ, അക്കോസ്റ്റിക് പ്ലാസ്റ്റർ ഫോർ സൗണ്ട് ട്രീറ്റ്മെൻറ്റ്, ആസ്ബറ്റോ സിമെൻറ്റ് പ്ലാസ്റ്റർ, ബേരിയം പ്ലാസ്റ്റർ, അത് റേഡിയേഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഇത് ഓൾറെഡി പ്ലാസ്റ്ററിങ് പഠിച്ച സമയത്ത് നമ്മൾ ഇതിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാനൈറ്റ് സിലിക്കൺ പ്ലാസ്റ്റർ, ജിപ്സം പ്ലാസ്റ്റർ ഇൻ വൈറ്റ് കളർ, കീൻസ് സിമെൻറ്റ്സ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലസ് ആലം, മാർട്ടിൻ സിമെൻറ്റ്സ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലസ് പേൾസ്, പാരിയൻ സിമെൻറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലസ് ബോറാക്സ്, സിറപ്പൈറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലസ് പെട്രോളിയം. ഇതെല്ലാം തന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എല്ലാം തന്നെ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. നേരത്തെ മീൻസ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള സെയിം കാര്യങ്ങളാണ്. ആ 2-3 കാര്യങ്ങൾ മാത്രമേ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോയിൻറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, വെയിറ്റേജും കുറവാണ്.